Hello, welcome back to my YouTube channel. So today നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കാൻ നോക്കാം. And I am doing this with the help of my mom obviously. So ഇതാണ് മത്തി മുളകിട്ട് വെച്ചത് അല്ലെങ്കിൽ പുളിയിട്ട് വറ്റിച്ചത്. അപ്പോൾ അതിനായിട്ട് ചെറിയുള്ളി ഇഞ്ചി ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കഴുകി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു പേസ്റ്റാണ്. അപ്പം ഈ ഫിഷ് കറിയിലേക്ക് നമ്മളൊരു പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് പേസ്റ്റാക്കി വെച്ചതാണ്. ഇനി ഒരു മൺചട്ടി എടുത്ത് അത് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം കടുക് ഉലുവയും ചേർത്ത് അത് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് ആ കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനിയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, മല്ലി പൗഡറും എല്ലാം ചേർത്ത് ശരിയാക്കി വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻകറിയിലേക്ക് ആവശ്യമായ പുളി ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എക്സ്ട്രാ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് മത്തി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് വേവാനായിട്ട് ഏകദേശം 5 തൊട്ട് 7 മിനിറ്റ് വരെയാണ് വേണ്ടത്. സോ നമ്മൾ അത്രയും നേരം ഇത് വേവിക്കാൻ വയ്ക്കുക. ആൻഡ് ആ ഫിഷ് കറി ഈസ് റെഡി.